രാത്രിയായിരിക്കും പോകുന്നത്. കുരങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഹലോ മച്ചാമാരെ, കന്യാകുമാരിയിലെ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ സ്റ്റേ ചെയ്ത ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയിൽ നിന്ന് തന്നെ സൺറൈസ് എല്ലാം കണ്ട് കൃത്യം 6:50 തന്നെ സൺറൈസ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം 7 മണിയായി. ആകാശമൊക്കെ നല്ല ഓറഞ്ച് കളറിൽ നിൽക്കുന്നുണ്ടോ. സൂര്യൻ മെല്ലെ മെല്ലെ പൊങ്ങി വരുന്നുണ്ട്. രാവിലെ ചെറിയൊരു തണുപ്പെല്ലാം ഉണ്ട്. ഇതാണ് ഭഗവതി അമ്മൻ ടെമ്പിൾ. നല്ല പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന്. ആളുകളെല്ലാം തൊഴുത് പോകുന്നതും കാണാം. അപ്പോൾ സൺറൈസ് എല്ലാം കാണാൻ വേണ്ടിയിട്ടും രാവിലത്തെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ കയറി നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പ്ലെയിൻ ദോശയാണ് കഴിച്ചത്. 60 രൂപയായി. അപ്പോൾ നമ്മൾ ഇനി വാവാത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയായിട്ട് ഇനി നടക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് വള്ളങ്ങളുണ്ട്. എല്ലാവരും മീനെല്ലാം പിടിച്ചിട്ട് ഇപ്പോൾ കരയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കൊട്ടയിലെല്ലാം ആക്കി മുകളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഹാർബറാണ്. ഈ അമ്മച്ചിമാരെല്ലാം ചെമ്പട്ടിയിൽ മീൻ വെച്ചിട്ട് വിൽക്കുന്നുണ്ടല്ലേ. ഇപ്പൊ പല സൈഡിലായിട്ട് നല്ല ലേലം വിളിയായിട്ട് നടക്കുന്നത്. കുറെ ആൾക്കാരുണ്ട് ലേലം വിളിക്കാനൊക്കെ ആയിട്ട്. ഇതേ അവിടെ കണ്ടോ ചെറിയ ചെക്കന്മാരെല്ലാം ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്നത്. വിവേകാനന്ദ പാറയിലോട്ടുള്ള ബോട്ട് സർവീസ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ബോട്ട് പോകുന്ന കണ്ടില്ലേ. മറ്റൊരു ബോട്ട് ഇങ്ങോട്ട് അടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഈ ഒരു ഭാഗത്ത് ഒരു ചർച്ചിൻ്റെ ആർച്ചെല്ലാം ഇരിക്കുന്നുണ്ട്. തമിഴിലെല്ലാം പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചർച്ചിൻ്റെ പേര് സെൻറ്റ് റോഡ്സ് ചർച്ച് എന്നാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാം. ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഗോൾഡൻ സ്റ്റാച്ചു എല്ലാം ഉള്ളൊരു കൊടിമരമുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്പീഡിലാണ് കാറ്റടിക്കുന്നത്. അപ്പോൾ ഈ കന്യാകുമാരിയിലെ ഭൂരിഭാഗം ആൾക്കാരും മത്സ്യബന്ധന തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം ഇഷ്ടം പോലെ വള്ളങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വള്ളത്തിൻ്റെ അകത്തെ കാഴ്ചയാണ്. നല്ല പെയിൻ്റെല്ലാം അടിച്ച് നല്ല ചിത്രങ്ങളെല്ലാം വരച്ച് അടിപൊളിയാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ മയിലിൻ്റെ ചിത്രമെല്ലാം വരച്ച് വെച്ചേക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം ഓരോരുത്തരും മത്സ്യബന്ധനമായിട്ടുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. മണലെല്ലാം വെച്ച് അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇങ്ങനത്തെ ചെറിയ ബിൽഡിങ്ങുകൾ ഒരുപാടുണ്ട്. അവിടെ എല്ലാം ഇതുപോലുള്ള ആൾക്കാർ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. കണ്ടില്ലേ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഒരു വള്ളം നോക്കി പെയിൻ്റെല്ലാം അടിച്ച് നല്ല ചിത്രങ്ങളെല്ലാം വരച്ച് മനോഹരമാക്കി വെച്ചേക്കുന്നത്. പേരെല്ലാം എഴുതി ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടോ. ആനിമൽസിൻ്റെ ചിത്രമെല്ലാം ഉണ്ട്. ആനകളുടെ ചിത്രമെല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്തും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അകത്തും ഒരുപാട് ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. അകത്ത് മൊത്തം കടൽ ജീവികളുടെ ഫോട്ടോ ആണ് കേട്ടോ വരച്ച് വെച്ചേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വരച്ച് വെച്ചേക്കുന്നതെല്ലാം കാണാൻ. ഇപ്പം ഈ ഒരു ഭാഗത്തും ആൾക്കാർ ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും രാത്രി ആയിരിക്കും ഇവരെ വർക്കെല്ലാം നടക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ നമ്മളിനി നടന്നുകൊണ്ട് ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് റാൻസം എന്ന് പറഞ്ഞൊരു ചർച്ചിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ ചർച്ച്.
നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ നിർമ്മിതിയെല്ലാം കാണാൻ. കയറുന്നിടത്ത് 2 സൈഡിലുമായിട്ട് 2 മാലാഖമാരെ സ്റ്റാച്ചു എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വലിയൊരു കൊടിമരം എല്ലാം ഉണ്ട്. ഇതുപോലെ ആ കൊടിമരത്തെ 4 സൈഡിൽ നിന്നായിട്ട് വലിച്ച് കെട്ടി വെച്ചേക്കുന്നുണ്ട്. ഇത് പണ്ടത്തെ ഒരു വാൻ വരുന്നുണ്ട്, സ്കൂൾ വാനാണ് ഇത്. സ്കൂൾ പിള്ളേരെല്ലാം കയറുന്നുണ്ട് അതിലോട്ട്. ഇത് കുറച്ചിങ്ങോട്ട് മാറിയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുരിശടി എല്ലാം ഉണ്ട്. കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ കണ്ടാണ് ഒരു ഗോൾഡൻ ടെമ്പിള്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് കൊത്തുപണികളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളറെല്ലാം അടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ നല്ല പെയിൻ്റ് എല്ലാം അടിച്ച് വലിയൊരു സ്കൂളുണ്ട് കേട്ടോ. ഈ പ്രാർത്ഥനാ കേന്ദ്രമാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. തിരിച്ച് ബോട്ട് കയറാൻ വന്ന സ്ഥലത്ത് വന്നപ്പോൾ കണ്ടതാണ്, ഇഷ്ടം പോലെ ആൾക്കാരാണ് ക്യൂ നിൽക്കുന്നത്. ഇതെവിടെ ഉണ്ട് കേട്ടോ, ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം വീടിൻ്റെ ഫ്രണ്ടിലും വാതിലിലൊക്കെ തൂക്കാനുള്ള ഐറ്റംസുകളാണ്. ഇത് കണ്ണാടിയെല്ലാം ഇരിക്കുന്ന കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാം. ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് മറ്റേ കടൽ ജീവികളുടെ ഷെല്ലുകൾ കൊണ്ടാണ് കേട്ടോ. ഇവിടെ ഒരാൾ നടന്നുകൊണ്ട് മാലയെല്ലാം വെക്കുന്നുണ്ട്. പലതരം ശംഖുകളുടെ ഐറ്റംസ് ആട്ടോ ഇരിക്കുന്നതില്ല, ഓരോന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതുപോലുള്ള കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. കേരള, കന്യാകുമാരി എന്നൊക്കെ എഴുതി വെച്ച് കഥകളിയുടെ ഫോട്ടോ എല്ലാം കണ്ടില്ലേ. ഈ താജ്മഹലെല്ലാം ഇരിക്കുന്നു ഇവിടെ. 100 രൂപയാണ് ഒരു പീസിന്. ഇതൊരു പലചരക്ക് കടയാണ്. സ്പൈസസ് എല്ലാം ഇരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. പലതരം തൊപ്പികളുടെ ഒരു കടയാണ് കേട്ടോ ഇത്. ഇവിടെ കൂടുതലും കച്ചവടം പോകുന്നത് ഈ തൊപ്പികളാണ്, കാരണം വെയിലായതുകൊണ്ട്. മുഖംമൂടിയെല്ലാം വെച്ചേക്കുന്നുണ്ട് ഇവിടെ. ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ കച്ചവടങ്ങളും ഉണ്ട് കേട്ടോ റോഡിൻ്റെ 2 സൈഡിലുമായിട്ടും. ഇവിടെ തടിയിൽ കൊത്തി ഒരുപാട് പ്രതിമകളെല്ലാം ഇരിക്കുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ഈ ഒരു കച്ചവടം കാണാം കേട്ടോ. ഈ ഒരു പീസിന് 100 രൂപയാണ് റേറ്റ്. റൂട്ടിലിട്ടുകൊണ്ട് മാലയെല്ലാം വിൽക്കുന്നുണ്ട്. അപ്പോൾ നടന്ന് ഞാൻ ഭഗവതി അമ്മൻ ടെമ്പിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കടയാണത്. പൂജാ സാധനങ്ങളെല്ലാം ഉണ്ട്. ഭഗവതി അമ്മൻ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണിത്. അതുപോലെ എല്ലാ കടയിലും ഇങ്ങനെ ഈ പുള്ളി തന്നെ പുകയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു ശംഖിൻ്റെ കടയാണ്, പലതരം ശംഖുകളാണ്. ഇതിവിടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു പുള്ളി ഷീറ്റെല്ലാം വിരിച്ചിട്ട് കച്ചവടങ്ങളാണ്. ഇത് തേങ്ങ കൊണ്ട് കുരങ്ങനെയും ഭഗവതിയെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. എല്ലാം പലതരം കടൽ ജീവികളുടെ ഷെല്ലുകളാണ് കേട്ടോ. ഇവിടെ പോലീസ് ഔട്ട് പോസ്റ്റ് എല്ലാം ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ സുനാമി മെമ്മോറിയൽ പാർക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ ക്ലോസിലാണ് കേട്ടോ അത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരുപാട് ബാഗിൻ്റെ കടകളെല്ലാം ഉണ്ട്. എല്ലാം കച്ചവടങ്ങളും ഇങ്ങനെ ഓണായി വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല വെയിൽ തന്നെ അടിക്കുന്നുണ്ട്. ഈ പാർക്കിനടുത്ത് കല്ലുകൊണ്ടൊക്കെ പണിതൊരു ചെറിയൊരു അമ്പലമുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ എല്ലാം ചെയ്ത് സൈഡ് ബാഗുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. അപ്പോൾ ഇവിടുന്ന് ഒരു കരിക്ക് കുടിച്ചിട്ട് ഇനി ബാക്കി നടക്കാമെന്ന് കരുതി. കരിക്കെല്ലാം മേടിച്ച് 50 രൂപയാണ് റേറ്റ് ആയത്. ഇവിടെ ബീച്ചിലോട്ട് കയറുന്നിടത്ത് ഒരു ആർച്ചെല്ലാം ഉണ്ട്. ഇതിൻ്റെ പണിയെല്ലാം തീർന്ന് വരുന്നുള്ളൂ കേട്ടോ. പണിയെല്ലാം നടക്കുന്നുണ്ടാകും. ഇവിടെ ബോർഡെല്ലാം എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ, പല ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. സന്ദർശക സൗഹൃദവും സുരക്ഷിതവുമായ നഗരമാണ് കന്യാകുമാരി എന്ന്. നല്ല ഭംഗിയുള്ളൊരു വെള്ള കുതിരയെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഇത് അത്തയെ കൊണ്ട് കാർഡടുപ്പിക്കുന്നതാണിത്.
ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ, പല സൈഡിലായിട്ടും ഇരിക്കുന്നത് കാണാം നമുക്ക്. Angry person. Your husband full support. Mamanar, Mamiyar, paisa, money, full support. Business, money, paisa. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കുവാണ്. മീൽസാണ് കഴിക്കുന്നത്. 100 രൂപ തന്നെയാണ് ആയത്. ഇപ്പോൾ സമയം 2 മണിയായി. നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് പോവാന്ന്. ഇനി 3 മണിക്കാണ് ഇവിടുന്ന് കന്യാകുമാരി കൊല്ലം പാസഞ്ചറുള്ളത്. അപ്പോൾ അതിന് കയറി പോയിട്ട് കൊല്ലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് മാറി കായംകുളത്തോട്ട് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അങ്ങോട്ട് നടന്നുകൊണ്ട് പോവാം. ഇവിടെ ഫിഷെല്ലാം ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നടന്ന് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിരുന്നു കേട്ടോ. കന്യാകുമാരി തൊട്ട് കൊല്ലം വരെ 35 രൂപയാണ് ജനറൽ ടിക്കറ്റ്. പാസഞ്ചർ ആയതുകൊണ്ട് തന്നെ 35 രൂപയുള്ളൂ. ഓൺലൈനായിട്ടാണ് എടുത്തത്. UTC ആപ്പ് വഴി എടുത്ത്. അപ്പോൾ ഇനി തിരിച്ചു പോവാം. വേറെ ട്രെയിൻ ഇവിടെ ഉണ്ട് കേട്ടോ. നാഗർകോവിൽ. തിരക്കൊന്നുമില്ല, എല്ലാം കാലിയായിട്ട് കിടക്കും. ഇത് ഇവിടുന്ന് എടുക്കുന്നതുകൊണ്ടായിട്ടേ ആരും ഇല്ല. അങ്ങനെ കായംകുളത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:30 ഞാനിങ്ങോട്ട് കൊല്ലത്തുനിന്ന് വന്നത് വഞ്ചിനാട് എക്സ്പ്രസ്സിനാണ്. 35 രൂപയാണ് ജനറൽ ടിക്കറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണം. മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.